കാർഷിക വാർത്തകൾ. കുരുമുളകിന് ആവശ്യക്കാരേറുന്നു. അൺഗാർബിൾഡ് കുരുമുളക് കിൻഡലിന് 200 രൂപ വർദ്ധിച്ചു. കാപ്പി വിലയിലും മുന്നേറ്റം. റബ്ബർ, നാളികേര വിലകളിൽ മാറ്റമില്ല. ഈസ്റ്റർ കഴിയുന്നതോടെ US, യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നും കുരുമുളകിന് ആവശ്യക്കാരെത്തുമെന്ന പ്രതീക്ഷയിലാണ് വിയറ്റ്നാം. അവിടെ വിളവെടുപ്പ് പുരോഗമിച്ചെങ്കിലും കാർഷിക മേഖലകളിൽ ലഭ്യത ചുരുങ്ങിയതിനാൽ കയറ്റുമതിക്കാർ വില ഉയർത്തി. ഉൽപാദനക്കുറവ് കണക്കിലെടുത്താൽ ഉത്സവ ദിനങ്ങൾക്ക് ശേഷം അന്താരാഷ്ട്ര മാർക്കറ്റിൽ കുരുമുളക് മികവിന് ശ്രമിക്കാം. അന്തർ സംസ്ഥാന വാങ്ങലുകാർ കേരളത്തിൽ നിന്നും ചരക്ക് വാങ്ങുന്നുണ്ട്. അൺഗാർബിൾഡ് കുരുമുളക് കിൻഡലിന് 200 രൂപ വർദ്ധിച്ച് 71,900 രൂപയായി. സംസ്ഥാനത്തെ പ്രമുഖ വിപണികളിൽ കാപ്പി വില ഉയർന്നു. ആഭ്യന്തര വ്യാപാരികളും കയറ്റുമതിക്കാരും ചരക്ക് സംഭരണ രംഗത്തുണ്ടെങ്കിലും ഉൽപാദകരിൽ നിന്നുള്ള ചരക്ക് നീക്കം ശക്തമല്ല. വയനാട്ടിൽ കാപ്പി പരിപ്പ് കിലോ 460 രൂപയിലും 54 കിലോ ഉണ്ട 14,000 രൂപയിലുമാണ്. ഇതിനിടയിൽ കാപ്പി ഉൽപാദനത്തിൽ മുൻപന്തിയിലുള്ള ബ്രസീലിൽ വേനൽ കടുത്തതോടെ കർഷകർ പ്രതിസന്ധിയിലാണ്. മഴ ചുരുങ്ങിയത് അടുത്ത വിളവിനെ ബാധിക്കുമെന്നാണ് വിവരം. മഞ്ഞൾപ്പൊടിക്ക് അനുയോജ്യമായ ഇളം നിറമുള്ള മഞ്ഞളുമായി ഭാരതീയ സുഗന്ധവിള ഗവേഷണ കേന്ദ്രം IISR സൂര്യ എന്നാണ് ഈ അത്യുൽപാദന ശേഷിയുള്ള മഞ്ഞളിന്റെ പേര്. മഞ്ഞൾപ്പൊടിക്ക് അനുയോജ്യമായ ഇളനിറത്തിലുള്ള മഞ്ഞളിനം പുറത്തിറക്കിയിരിക്കുകയാണ് ഭാരതീയ സുഗന്ധവിള ഗവേഷണ കേന്ദ്രം. IISR സൂര്യ എന്ന പുതിയ ഇനം മഞ്ഞൾ അത്യുൽപാദന ശേഷിയുള്ളതും പ്രത്യേക സുഗന്ധമുള്ളതുമാണ്. അത്യുൽപാദന ശേഷിയുള്ള IISR സൂര്യ ഇനത്തിൽ നിന്ന് ഹെക്ടറിന് ശരാശരി 29 ടൺ വിളവ് കിട്ടും. മൈദുകൂർ, സേലം, ലോക്കൽ തുടങ്ങിയവയാണ് ഇളനിറമുള്ള മഞ്ഞൾ ഇനങ്ങളിൽ നിലവിൽ പ്രചാരത്തിലുള്ളത്. ഇവയ്ക്ക് വിളവ് കുറവായതുകൊണ്ട് തന്നെ കൃഷിയിറക്കാൻ കർഷകർ വിമുഖത കാണിക്കുന്നുണ്ട്. മറ്റ് രണ്ടിനങ്ങളെ അപേക്ഷിച്ച് 20 മുതൽ 30% ഉൽപാദന വർധനയാണ് IISR സൂര്യയ്ക്കുള്ളത്. കൃഷി ചെയ്താൽ ഹെക്ടറിന് 41 ടൺ വരെ പരമാവധി വിളവ് സൂര്യയിൽ നിന്ന് ലഭിക്കും. ഉണക്കിന്റെ തോത് നോക്കുമ്പോൾ ഹെക്ടറിൽ ശരാശരി 5.8 ടണ്ണോളം ഉണങ്ങിയ മഞ്ഞളും ലഭ്യമാകും. IISR സൂര്യയുടെ മണവും പ്രത്യേകതയുള്ളതാണ്. 2 മുതൽ 3% കുർക്കുമീൻ അടങ്ങിയിട്ടുണ്ട്. 10 വർഷത്തോളം എടുത്താണ് ഇത് വികസിപ്പിച്ചത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കനത്ത വിലയിടിവിലും നടീൽ തിരക്കിലാണ് അയൽ സംസ്ഥാനത്തെ ഇഞ്ചി കർഷകർ. മുടക്കുമുതൽ പോലും കിട്ടാനില്ലാത്ത സാഹചര്യമാണ് നിലവിലുള്ളതെന്ന് കർഷകർ. പ്രതിസന്ധികളുടെ നടുവിലും അയൽ സംസ്ഥാന ഇഞ്ചി കർഷകർ നടീൽ തിരക്കിലാണ്. കനത്ത വിലയിടിവിലും തളരാതെയാണ് കർഷകർ അടുത്ത കൃഷിയിലേക്ക് നീങ്ങുന്നത്. കഴിഞ്ഞ വർഷം ഈ സമയത്ത് 60 കിലോ ചാക്ക് ഇഞ്ചിക്ക് 7,000 രൂപ വിലയുണ്ടായിരുന്നു. ഇക്കൊല്ലം അത് 1,400 രൂപയായി കുറഞ്ഞു. മുടക്കുമുതലിന്റെ പകുതി പോലും കിട്ടാത്ത സാഹചര്യമാണുള്ളത്. കഴിഞ്ഞ വർഷം ഒരേക്കർ കൃഷി ചെയ്യാൻ 7 ലക്ഷം രൂപയോളം വേണ്ടിവന്നു. ഇക്കൊല്ലം വിത്തുവിലയിൽ മാത്രമാണ് കുറവുള്ളത്. നടീൽ ചെലവ് കൂടുകയാണ് ചെയ്തത്. ആവശ്യത്തിന് ജോലിക്കാരെ ലഭിക്കാത്ത സാഹചര്യവും നിലവിലുണ്ട്. ഒരേക്കർ ഇഞ്ചി നടുന്നതിന് 14,000 രൂപ വരെയായിരുന്നു കൂലി. ജോലിക്കാരുടെ ക്ഷാമമുണ്ടായതോടെ അത് 20,000 രൂപ വരെയായി ഉയർന്നു. നടീൽ നിന്ന് തയ്യാറായ ബെഡുകളിൽ കുഴിയെടുത്ത് വിത്ത് പതിപ്പിച്ച് വളവും പുതയുമിടുന്ന ജോലിയാണ് കരാറായി നൽകുന്നത്. ഗ്രാമങ്ങളിൽ നിന്ന് കൂട്ടമായി എത്തുന്ന തൊഴിലാളികളാണ് ഈ ജോലി ചെയ്യുന്നത്. കർണാടക ഗ്രാമങ്ങളിൽ പരുത്തി, ചോളം, മുത്താറി എന്നിവയുടെ കൃഷികളും ഇതോടൊപ്പം ആരംഭിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. രാജ്യത്തെ സുഗന്ധവ്യഞ്ജന കയറ്റുമതിയിൽ 16% വർധന. നേട്ടമായത് സുഗന്ധവ്യഞ്ജനങ്ങൾ, കാപ്പി, തേയില, പുകയില എന്നിവയുടെ കയറ്റുമതിയിലെ മുന്നേറ്റം. സുഗന്ധവ്യഞ്ജനങ്ങൾ, കാപ്പി, പുകയില, തേയില തുടങ്ങിയ പ്രധാന തോട്ടവിളകളുടെ കയറ്റുമതി 2024-25 റെക്കോർഡായ $9.16 ബില്യൺ ഉയർന്നിരുന്നു. മുൻവർഷത്തെ 7.82 ബില്യണിൽ നിന്നാണ് ഈ ഉയർച്ച. 17.1% വർധന. $50 ബില്യൺ മൂല്യമുള്ളതാണ് ഇന്ത്യയുടെ കാർഷിക കയറ്റുമതി. വാണിജ്യ മന്ത്രാലയത്തിന്റെ പുതിയ കണക്കുകൾ പ്രകാരം സുഗന്ധവ്യഞ്ജന കയറ്റുമതിയിൽ മിതമായ തോതിൽ 4.7% വളർച്ചയാണ് നേടിയത്. തേയില കയറ്റുമതി 10.8% വർദ്ധിച്ച് $0.92 ബില്യൺ. പുകയില കയറ്റുമതി $1.45 ബില്യൺ നിന്ന് $1.98 ബില്യൺ. 36.6% വളർച്ചയാണ് നേടിയത്. കാപ്പിയും 40.3% ഉയർന്ന് $1.81 ബില്യൺ ലെത്തി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇന്നത്തെ കമ്പോള നിലവാരം. കമ്പോള നിലവാരം. RSS 4 230, RSS 5 226, ലാറ്റക്സ് 164, ജാതിക്ക 350, ജാതിപത്രി 1800 മുതൽ 2250 വരെ, ഗ്രാമ്പൂ 890, അടയ്ക്ക 250, കാപ്പിക്കുരു 270, കൊക്കോ പരിപ്പ് 300. കുരുമുളക് ഗാർബിൾഡ് 73,900,
കുരുമുളക് അൺഗാർബിൾഡ് 71,900, ഏലക്ക 2,400 മുതൽ 2,550 വരെ. വെളിച്ചെണ്ണ 26,600, കൊപ്ര 18,800, ചുക്ക് 22,500.